ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻ വാലാഹു വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖന്തഖ് യുദ്ധം അല്ലെങ്കിൽ അൽ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള സൂറത്തുൽ അഹ്സാബിലെ വചനങ്ങളെയാണ് വിശദീകരിച്ചു വന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 9-ാമത്തെ ആയത്ത് നമ്മൾ മനസ്സിലാക്കി. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് ജാഅത്കും ജുനൂദുൻ ഫഅർസൽനാ അലൈഹിം റീഹ വജുനൂദൻ ലം തറൗഹ വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അവിടെ നമ്മൾ ഫഅർസൽനാ അലൈഹിം റീഹ, അവർക്ക് നേരെ കാറ്റയച്ചു. എങ്ങനെയാണ് ആ കാറ്റ് വന്നത്, എവിടെയാണത് ഫലിച്ചത്, പിന്നെ എന്താണ് ആ കാറ്റിൻ്റെ പേര്, അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വജുനൂദൻ ലം തറൗഹ അതും നമ്മൾ വിശദീകരിച്ചു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. ഇനി അതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഈ സഖ്യസേന അൽ അഹ്സാബ് സഖ്യസേന അവരെങ്ങനെയാണ് വന്നത് എന്നുള്ളത്. കടങ്ങ യുദ്ധ ഈ സാഹചര്യത്തിൽ ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറൻ ഇദ് ജാഊകും. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ബസീറായിരുന്നു. ബസീർ എന്ന് പറഞ്ഞാൽ കണ്ടറിയുന്നവൻ. എപ്പോൾ? ഇദ് ജാഊകും, അവർ വന്ന സമയം. ഇദ് ജാഊകും, ജാഊ എന്ന് പറഞ്ഞാൽ അവർ വന്നു. അവർ എന്ന് പറഞ്ഞാൽ അഹ്സാബ് വന്നു. ഇത് എന്ന് പറഞ്ഞാൽ ആ സമയം. ഇദ് ജാഊകും, അവർ നിങ്ങളുടെ അടുക്കൽ വന്ന സമയം. എവിടുന്നാണ് വന്നത്? മിൻ ഫൗഖിക്കും, നിങ്ങളുടെ ഫൗഖ് എന്ന് പറഞ്ഞാൽ മോള് നിന്ന്. വമിൻ അസ്ഫല മിൻകും, വമിൻ അസ്ഫല മിൻകും, നിങ്ങളുടെ അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ഭാഗം. വമിൻ അസ്ഫല മിൻകും, താഴ്ഭാഗത്തിൽ നിന്നും അവർ വന്നു. വഇദ് സാഗത്തിൽ അബ്സാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന. അപ്പോൾ ഇവിടെ ഇദ് ജാഊകും, ഈ സഖ്യസേന വന്നത് മിൻ ഫൗഖിക്കും എന്നാണ്, നിങ്ങളുടെ ഫൗഖിൽ നിന്നാണ്. ഫൗഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയുടെ പരിസരമാണ്. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഉള്ളത്. മസ്ജിദ് നബവിൻ്റെ വരുത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്. പിന്നെ ഇവിടെയാണ് മുഹാജിറുകൾ അൻസാരികളൊക്കെ പാർക്കുന്നത്. അൻസാരികളിൽ ഖസ്റജ് ഗോത്രം ഈ ഭാഗത്ത്, ഔസ് ഗോത്രം ഈ ഭാഗത്ത്, ഇങ്ങനെയാണ് പാർക്കുന്നത്. ഔസികൾ ഇവിടെ, ഖസ്റജുകൾ ഇവിടെ, ഇങ്ങനെ പാർക്കുന്നത്. മദീനയുടെ ഫൗക്കിലൂടെ വന്നു എന്ന് പറഞ്ഞാൽ മീതെ കൂടെ വന്നു എന്നാണ്. വിശുദ്ധ മദീന ഉയർന്ന ഭാഗം ഏതാ? ഇത് മദീനയുടെ തെക്കല്ലേ, തെക്ക് ഭാഗമാണ്. തെക്ക് ഇങ്ങോട്ട്, പിന്നെ വടക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടാണ് ഒഴുകുക, മഴവെള്ളം അവിടുന്ന് ഇങ്ങോട്ടാണ് ഒഴുകുക. മദീനയിൽ വാദി മുദൈനിബ്, അതേപോലെ തന്നെ വാദി റാനൂന, വാദി ബുത്ഹാൻ, ഇങ്ങനെ കുറേ മഴ ചെയ്തിട്ടുണ്ടെങ്കിൽ മഴവെള്ളം മദീനയിലേക്ക് ഒഴുക്കാനുള്ള വാദികളുണ്ട്. അതൊക്കെ ഒഴുകൽ ഇങ്ങോട്ടാണ്. അവിടുന്ന് തൊട്ട് പിന്നെ ഒഴുകിയിട്ട് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു ഒഴുകലാണ്. അപ്പം ഈ ഉയർന്ന ഭാഗം ഏതാണ്? തെക്ക് കിഴക്ക് ഭാഗം. നിമ്നഭാഗം അത് വടക്ക് പടിഞ്ഞാറ് ഭാഗം. നിങ്ങളുടെ മീതെ കൂടി വന്ന് നട്ടിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്താണ്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അഹ്സാബിൽ ഖത്ഫാനികൾ, ഖത്ഫാൻ വിഭാഗം വലിയൊരു പുരുഷാരായിരുന്നു, ഹവാസിൻ ഖത്ഫാൻ. അവർ മദീനയുടെ ഏത് ഭാഗത്തുള്ളത്? മദീനയുടെ കിഴക്ക് ഭാഗത്താണ്, നജിദിൻ്റെ ഭാഗത്താണ്, കിഴക്ക് ഭാഗത്താണ്. അപ്പോൾ അവരുടെ വരവ്. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ബനു ഖുറൈബ ജൂതഗോത്രം, ബനു ഖുറൈബ ജൂതഗോത്രം. അവർ കരാർ ലംഘിച്ചിട്ട് അവരൊക്കെ ഇതിലേ വരിക. അതാണ് ഇദ് ജാഊകും മിൻ ഫൗഖിക്കും എന്ന് പറഞ്ഞത്, ഖത്ഫാനികളുടെ വരവ്. അതേപോലെ തന്നെ ബനു ഖുറൈദക്കാരുടെ വരവ്. വമിൻ അസ്ഫല മിൻകും, അവരാരാ? അവർ മക്കക്കാരാണ്. മക്കക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സഖ്യകക്ഷികളിൽ അബൂ സുഫിയാനും, പിന്നെ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ ഖുറൈശികൾ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഖുറൈശികളോടൊപ്പം ബനു സുലൈം ഗോത്രം വന്നു. അതേപോലെ തന്നെ അഹാബീഷ് അവർ വന്നു. ചില തിഹാമക്കാർ വന്നു. തിഹാമയെ നമ്മളന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ എന്നാലും തിഹാമയിൽ നിന്ന് ആളുടെ അവരൊക്കെ ഇതിലാണ് വരിക.
അപ്പോൾ മദീനയുടെ മീതെ നിന്ന് വന്നു സൈന്യം, അതേപോലെ മദീനയുടെ താഴ്ഭാഗത്തിലൂടെ വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പറഞ്ഞു, ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും. ഈ സഖ്യസേന അവർ മദീനയുടെ രണ്ട് ഭാഗങ്ങളിലൂടെ വന്നു എന്നുള്ളതാണ്. മുകളിലൂടെ വന്നു, താഴ്ഭാഗത്തിലൂടെ വന്നു. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് മീതെ വന്നു താഴെ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശം മദീനയെ വളഞ്ഞു എന്നുള്ളതാണ്. മദീനയെ വളഞ്ഞു, അങ്ങനെ പിന്നെ ഒരു സൈന്യം വന്നു എന്നുള്ളതാണ്. മദീനയെ വളയാൻ മാത്രം ആൾബലമുള്ള ഒരു സൈന്യമായിരുന്നു അത് എന്നുള്ളത് അറിയിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രയോഗം, ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും യഗ്ശാഹുമുൽ അദാബു മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം എന്ന് പറയല്ലേ. നരകവാസികൾ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകവാസികളെ നരകത്തീ പൊതിയുന്നതിനെ കുറിച്ച് അള്ളാഹ് പറയാണ്, യഗ്ശാഹുമുൽ അദാബു, ശിക്ഷ അവരെ മൂടി, മിൻ ഫൗഖിഹിം അവരുടെ മീതെ നിന്നും, വമിൻ തഹ്തി അർജുലിഹിം അവരുടെ കാലിനടിയിലൂടെയും അവരുടെ മേലെയും തീ പൊതിഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മുകളിലും അടിയിലും മാത്രം തീ ഉണ്ടായിരുന്ന അല്ല, പിന്നെയോ തീ നരകത്തി, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, നരകത്തി അവരെ മൂടി പൊതിഞ്ഞു എന്നുള്ളതാണ് അർത്ഥം. അതേപോലുള്ളൊരു പ്രയോഗമാണ് ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും എന്ന് പറഞ്ഞെങ്കിൽ മദീനയെ എന്ത് ചെയ്തു? ഈ സഖ്യസേന പൊതിഞ്ഞു എന്ന അർത്ഥത്തിൽ. അങ്ങനെയാണ് ചില മുഫസ്സിരീകൾ അതിനെ വിശദീകരിച്ചു. ചിലർ പറഞ്ഞത് ഈ ഉഹുദ് മലയുടെ ദനബ് നഖ്മ എന്ന് പറയുന്നിടത്താണ് ഖുറൈശികൾ വന്ന് നിന്നത്. സഖ്യസേനയിൽ ഒരു വിഭാഗം വന്ന് നിന്നത് ഖുറൈശികളുടെ നേതൃത്വത്തിൽ. മനസ്സിലെ റൂമയുടെ ഭാഗത്ത് സഖ്ബ, അതേപോലെ തന്നെ ഈ ജൊറൂഫ്, ഈ ഭാഗത്ത് ഖത്ഫാനികൾ വന്നു. അവരെക്കുറിച്ചാണ് ഈ സഖ്യസേന രണ്ട് സ്ഥലത്ത് മദീനയിൽ വന്ന് തമ്പടിച്ചു. എന്നിട്ടാണ് അവരിങ്ങനെ വന്നത്. ഒരു വിഭാഗം ഇങ്ങനെ ഇവിടെ വന്ന് തമ്പടിച്ചു, അവരാണ് ഖത്ഫാനികളും കൂട്ടരും. വേറൊരു വിഭാഗം ഇവിടെ വന്ന് തമ്പടിച്ചു, അവരാണ് ഖുറൈശികളും കൂട്ടരും. ആ വന്ന് നിന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും. എന്തായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ അഹ്സാബ് വിശുദ്ധ മദീനയെ ലക്ഷ്യമാക്കി വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇദ് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും. എന്താ അവർ വന്ന സമയം? വഇദ് സാഗത്തിൽ അബ്സ്വാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന എന്നാണ്. അതാണ് വിഷയം. വഇദ് സാഗത്തിൽ അബ്സാർ, ബസറുകൾ തെറ്റി എന്നാണ്. സാഗത്ത്, സാഗ എന്ന് പറഞ്ഞാൽ മാല, തെറ്റി. സാഗത്ത് അൽ അബ്സാർ, ഫലമ്മ അസാഗു അസാഗല്ലാഹു ഖുലൂബഹും എന്ന് പറഞ്ഞേ, തെറ്റിച്ചു എന്നറിയില്ല. അതേപോലെ സാഗ, മാ സാഗൽ ബസറു അമാ തഗ, സാഗ വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് വന്നാണ്. സൈഗ്, മൈൽ, തെറ്റുക. അപ്പോൾ ഇവിടെ സാഗത്തിൽ അബ്സാർ, കണ്ണുകൾ തെറ്റി, ദൃഷ്ടികൾ തെറ്റി. അവിടെ ഇത് അതിന് മുന്നിൽ വന്ന് ദൃഷ്ടികൾ തെറ്റി. ആ സമയം അതിന് മുന്നിൽ വാവുൽ അത്ഫ് വന്നു. ദൃഷ്ടികൾ തെറ്റുകയും ചെയ്ത സമയം. ബലഗത്ത്, ബലഗത്ത് എന്ന് പറഞ്ഞാൽ എത്തി, ബലഗത്ത് എത്തി. അൽ ഖുലൂബ് കൽബുകൾ. ഇവിടെ അൽ ഹനാജിർ, ഹനാജിർ ഹഞ്ചറ, ഹഞ്ചറ ഹനാജിർ എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ കൽബുകൾ ബലഗത്ത് എത്തി. ബലഗത്ത് എന്നാൽ എത്തുകയും ചെയ്ത സന്ദർഭം. തയ്യിബ്. ഇവിടെ സാഗത്തിൽ അബ്സാർ, ദൃഷ്ടികൾ തെറ്റി എന്നാണ്. എവിടുന്ന് തെറ്റി, എവിടേക്ക് തെറ്റി, അത് വിഷയമുണ്ടല്ലോ. അതേപോലെ തന്നെ ആരുടെ ദൃഷ്ടികൾ? ഇത് സാഗത്തിൽ അബ്സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അല്ലിൽ അഹദ് എന്ന് പറയും. എല്ലാവരുടെ ദൃഷ്ടിയല്ല തെറ്റിയത്. പിന്നെയോ സാഗത്ത് അബ്സാറുക്കും എന്നാണ്, നിങ്ങളുടെ ദൃഷ്ടികൾ തെറ്റി എന്നാണ്. അവിടെ ആ ഖന്തക്കിന് സന്നിഹിതരായ സാക്ഷികളായ വിശ്വാസികളുടെ ദൃഷ്ടികൾ തെറ്റിയെന്നാണ്. അവിടെ അൽ അബ്സാർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു വിഭാഗത്തിൻ്റെ ദൃഷ്ടിയല്ല, ലോകരുടെ മുഴുവൻ ദൃഷ്ടിയല്ല, പിന്നെ അവരുടെ ദൃഷ്ടിയാണ്. വഇസാഗത്തിൽ അബ്സാർ എന്ന് പറഞ്ഞാൽ വഇസാഗത്ത് അബ്സാറുക്കും, നിങ്ങളുടെ ദൃഷ്ടികൾ തെറ്റിയ സമയം. അവിടെ നിങ്ങളുടെ എന്നുള്ളത് കും എന്നുള്ളതിന് പകരമാണ് ഈ അല്ല് വന്നത്. അല്ല കുലി വഇസാഗത്തിൽ അബ്സാറു, കണ്ണുകൾ തെറ്റി. എവിടുന്ന് തെറ്റി, ആരിലേക്ക് തെറ്റി? അതായത് ഈ പിന്നെ സഖ്യ സേനണ്ടല്ലേ, ഈ 10,000 പേർ അവർ മദീനയിലേക്ക് ഇരച്ചു വന്നപ്പോൾ ആ കാഴ്ച കണ്ടിട്ട് എന്ത് ചെയ്തു? ദൃഷ്ടി തെറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഒരു വിഭാഗം പറഞ്ഞ് ഇവർക്ക് നോട്ടം കൃത്യമാണില്ല. നമ്മളൊരാളെ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളിലേക്ക് നോട്ടം എത്തണില്ല, പേടി കാരണത്താൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഈ ജനബാഹുല്യം കാരണത്താൽ, ശത്രുവിൻ്റെ എണ്ണത്തിലുള്ള ബാഹുല്യം കാരണത്താൽ ഇവർക്ക് നോട്ടം കൃത്യമാണില്ല എന്നാണ്. അത്ര ഭീതി ഉണ്ടായി എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ എല്ലായിടത്തും സാഹത്തിൽ അബ്സാർ എന്ന് പറഞ്ഞാൽ കണ്ണുകൾ തെറ്റി എന്നാണ് അർത്ഥം. ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞ് ഇവിടെ സാഹത്തിൽ അബ്സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറിച്ചു നോക്കി എന്നുള്ള അർത്ഥത്തിൽ. ഇവരെ എവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നോട്ടം കിട്ടണില്ല. എവിടേക്കേ നോട്ടം കിട്ടണുള്ളൂ? ഈ സഖ്യസേനയിലേക്കേ നോട്ടം കിട്ടണുള്ളൂ. അത്രമേൽ അവരെന്ത് ചെയ്തു? ആരെയും കാണുന്നില്ല, കാണുന്നത് ആരെ മാത്രമാണ്? ഈ സഖ്യസേന മാത്രമാണ്. അത്ര ഒരു ഭീതിജനകമായ അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അത് സ്വാഭാവികമാണ്. കാരണം ഈ വിശുദ്ധ മദീനയിൽ ആകെ 3000 ആളുകൾ, ഒരു പുരുഷന്മാർ. അവിടേക്കാണ് ആര് വരുന്നത്? ഈ 10,000 വരുന്നത്. ആ 10,000 നടത്തുന്നെങ്കിൽ കുറേശികളെ അവർക്ക് പരിചയമുണ്ട്. ആ കുറേശികളെ മദീനക്കാർക്ക് പരിചയമുണ്ട്. അതേസമയം കുറേശികളല്ലാത്തവരുണ്ട്. അതിൽ വലിയൊരു അളവ് ഈ ഗത്ഫാനികളൊക്കെയാണ്. ഗത്ഫാനികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നജിദുകാരാണ്. അവരൊക്കെ ഭയങ്കര രൂക്ഷ പ്രകൃതിയും കടുത്ത സ്വഭാവക്കാരുമാണ്. അതുകൊണ്ടാണ് അവരെ കണ്ടപ്പോൾ സാഗത്തിൽ അബ്സാർ എന്ന് പറഞ്ഞത്. സാഗ മാല തെറ്റി എന്നാണ് മുഫസ്സിരീങ്ങൾ പറയാണ്. എവിടേക്ക് നോക്കിയിട്ടുണ്ടെങ്കിലും അല്ലേ അവർക്ക് നോട്ടം കിട്ടുന്നില്ല. ആരെ കിട്ടുന്നുള്ളൂ? ഈ സൈന്യത്തെ മാത്രമേ നോട്ടം കിട്ടുന്നുള്ളൂ. അങ്ങനെ അവരുടെ ദൃഷ്ടി തുറിച്ചു പോയി എന്നുള്ളതാണ്, പേടി കാരണത്താൽ. വേറെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് നോക്കിയിട്ടുണ്ട് എങ്കിൽ വേദനയാണ് നോക്കുന്നത്, ആ നോക്കുന്നത് കാഴ്ചയിൽ വരുന്നില്ല, അവരുടെ ദൃഷ്ടി തെറ്റിപ്പോവുകയാണ്. അത്ര പേടിയുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും അത് അറിയിക്കുന്നത് അന്നാളിലുണ്ടായ ഷിദ്ദത്തുൽ ഖൗഫ്, പേടിയുടെ തീവ്രതയാണ്, കാഠിന്യത്തെയാണ് അറിയിക്കുന്നത്. വൈസാഖത്തിൽ അബ്സാർ. ഇനി വബലഗത്തിൽ ഖുലൂബു അൽ ഹനാജിർ. എന്താ ബലഗത്തിൽ ഖുലൂബ്? കൽബ് ഹൃദയം, ഖുലൂബ് ഹൃദയങ്ങൾ അത് എത്തി എന്നാണ്. അൽ ഹനാജിർ എന്ന് പറഞ്ഞാൽ ഹഞ്ചറ അതിൻ്റെ പോകുന്ന ഹനാജിർ, കഴുത്ത് അല്ലേ, കഴുത്തിലേക്ക് എത്തിയെന്നാണ്. നമുക്കിത് ഒരിക്കൽ വന്നിട്ടുണ്ട് ഈ പ്രയോഗം. ഇവിടെ വന്ന് ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി കാദിമീൻ എന്ന് പറഞ്ഞേ പരലോകത്ത്. ഇതിൽ ഖുലൂബു കൽബുകൾ ആയിത്തീരും ലദൽ ഹനാജിരി ഹഞ്ചറകളുടെ അടുക്കൽ. പരലോകത്തെ വിചാരണയുടെ വേദിയിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കാണുമ്പോൾ ആളുകളുടെ ഭീതിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ ഖുലൂബു ലദൽ ഹനാജിരി, കൽബുകൾ ഹഞ്ചറകളുടെ അടുത്ത്, തൊണ്ടയിൽ എത്തിത്തീരും കാദിമീൻ എന്ന് പറഞ്ഞേ അവിടെ വന്നിട്ടുണ്ട്. ഏതായാലും കൽബുകൾ ഹഞ്ചറകളിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അതെന്താ ഉദ്ദേശം? അത് ഇതന്നെയാണ് ഉദ്ദേശം. പേടി ആ ഷിദ്ദത്തുൽ ഖൗഫിനാലുണ്ടായതാണ്. പേടിയുടെ തീവ്രത കാരണത്താലാണ് ഉണ്ടായത്. പക്ഷെ ഇവിടെ കൽബുകൾ ഹഞ്ചറകളിലേക്ക് എത്തുക എന്നുള്ളത് അങ്ങനെ തന്നെ ഉണ്ടായോ അതല്ല അതൊരു പ്രയോഗമാണ്? ഒരാളുടെ കൽബ് അതിൻ്റെ സ്ഥാനം തെറ്റി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ജീവിക്കുമോ? അത് കാരണത്താൽ ഇതിൻ്റെ വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ മജാസ് ആലങ്കാരിക പ്രയോഗം ഉണ്ടോ? അതല്ല വിശുദ്ധ ഖുർആനിൽ മജാസ് ആലങ്കാരിക പ്രയോഗം ഇല്ലേ? അതൊരു ചർച്ചയാണ്, വലിയ ചർച്ചയാണ്. ഈ അഖീദയുടെ പണ്ഡിതന്മാരും ഉസൂൽ അൽ ഫിഖ് നിദാനശാസ്ത്രത്തിൻ്റെ കർമ്മശാസ്ത്രത്തിൻ്റെ നിദാനശാസ്ത്രമാണ് ഉസൂൽ ഫിഖ്, അതിലെ പണ്ഡിതന്മാരും തമ്മിൽ ഒരു വിഭാഗം പറഞ്ഞ വിശുദ്ധ ഖുർആനിലെ മജാസ് ആലങ്കാരിക പ്രയോഗം ഉണ്ട്, അതാണ് മജാസ്. ഒരു വിഭാഗം പറഞ്ഞില്ല വിശുദ്ധ ഖുർആനിൽ മജാസ് ഇല്ല, ആലങ്കാരിക പ്രയോഗമല്ല. രൂക്ഷമായി അവരെ എതിർക്കാൻ കാരണം ഈ അള്ളാഹുവിൻ്റെ നാമങ്ങൾ അസ്മാ ഉണ്ടല്ലോ, അതേപോലെ തന്നെ സിഫാത്ത് വിശേഷണങ്ങൾ, ഇതിൽ വ്യാഖ്യാനം സംഭവിച്ചത് ഈ ഒരു കോണിലൂടെയാണ്. വിശുദ്ധ ഖുർആനിൽ മജാസ് വരും എന്ന കോണിലൂടെയാണ് ഈ വ്യാഖ്യാനങ്ങൾ അള്ളാഹിൻ്റെ അസ്മാ സിഫാത്തിൽ വന്നത്. അത് കാരണത്താലാണ് വിശുദ്ധ ഖുർആനിൽ മജാസ് ഇല്ല എന്നൊരു വിഭാഗം പണ്ഡിതന്മാർ തീർത്ത് പറഞ്ഞത്. അപ്പോൾ മജാസ് ഉണ്ട് എന്ന് പറഞ്ഞവർ ഇതാണ് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, കൽബുകൾ ഹഞ്ചറകളിലെത്തി എന്ന്.
കൽബുകൾ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് കഴുത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ മരിച്ചു പോകും. അതുകൊണ്ട് ഇത് ആലങ്കാരിക പ്രയോഗമാണ്, ഇത് മജാസാണ്. എന്തിനുള്ള ആലങ്കാരിക പ്രയോഗമാണ്? വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, പേടി, അങ്ങേയറ്റത്ത് പേടി വന്നിട്ടുണ്ടെങ്കിൽ പേടി വന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേടിയെ ആലങ്കാരികമായി അറിയിച്ചു. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, കൽബുകൾ എവിടെത്തി? ഹഞ്ചറകളിലെത്തി. എന്നാൽ വിശുദ്ധ ഖുർആനിൽ മജാസില്ല, ഹഖീഖത്തേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊന്നും ആലങ്കാരിക പ്രയോഗങ്ങളല്ല, ഒക്കെ യാഥാർത്ഥ്യ പ്രയോഗങ്ങളാണ് എന്ന് പറഞ്ഞു. വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ എന്നുള്ളത് അറബി ഭാഷയിലെ യഥാർത്ഥ പ്രയോഗമാണ്. എന്തിന്? നന്നായി പേടിച്ചു എന്നുള്ളതിന്. അതിന് അലങ്കാര പ്രയോഗം എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം അത് ഭാഷയാണ്, അത് അറബി ഭാഷയാണ്. ഭാഷയിൽ എന്ത് ചെയ്യും? അങ്ങനെ പറയും, അങ്ങനെ പ്രയോഗിക്കും. ഇത് ആലങ്കാരിക പ്രയോഗമല്ല, പിന്നെ യഥാർത്ഥ പ്രയോഗമാണ്. ഒരാൾ നന്നായി പേടിച്ചു എന്നുള്ളതിന് എന്താ പറയുക? വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ആലങ്കാരിക പ്രയോഗം ആണ് എന്ന് പറയേണ്ടതാണ്. ധാരാളം ഉദാഹരണങ്ങൾ അതിന് ഈ രണ്ട് കൂട്ടരും, ഹഖീഖത്തുണ്ട് എന്ന് പറയുന്നവരും മജാസ് ഉണ്ട് എന്ന് പറയുന്നവരും വിശുദ്ധ ഖുർആനിൽ നിന്ന് കുറേ പ്രയോഗങ്ങൾ ഇതേപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഒരു കൂട്ടർ അത് മജാസിനെ തെളിവായി ഉദ്ധരിക്കും, വേറൊരു കൂട്ടർ അത് മജാസല്ലാതെ ഹഖീഖത്താണ് എന്നുള്ളത് സ്ഥാപിക്കും. അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. എന്തായാലും അതൊരു വലിയ വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ. ഇവിടെ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, കൽബുകൾ ഹഞ്ചറകളിൽ എത്തുകയും ചെയ്തു എന്ന് പറഞ്ഞെങ്കിൽ വലിയ പേടി. ചിലർ പറഞ്ഞത് എന്താണ്? പേടി കൂടുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ അവസ്ഥ, കൽബിൻ്റെ അവസ്ഥയാണ് അത്. നെഞ്ചകം വീർത്ത് പേടി കാരണത്താൽ ഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ കൽബുകൾ തൊണ്ടയിലെത്തുക എന്നുള്ളത് സംഭവിക്കുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, കൽബുകൾ തൊണ്ടകളിൽ എത്തി, അത്രമേൽ പേടി സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മളതിൽ പറഞ്ഞില്ലേ അന്നത്തെ അവസ്ഥ, വിശുദ്ധ മദീനയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മൻ റജുലും മിൻകും യഅതീനി ബി ഖബറിൽ ഖൗം, സഖ്യസേനയുടെ വാർത്ത ആര് നിങ്ങൾ കൊണ്ടുവരുന്ന സഹാബത്തിനോട് ചോദിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വഹുവ യകൂനു മഅഇ യൗമൽ ഖിയാമ, അവൻ എൻ്റെ കൂടെ അന്ത്യനാളിലായിരിക്കും എന്ന് പറയാണ്. മൻ റജുലും മിൻകും യഅതീനി ബി ഖബറിൽ ഖൗം, സഹാബത്തിനോട് പറയാണ്. പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ മരിക്കാനും എന്ത് നൽകാനും തയ്യാറുള്ള ആളുകളാണ് ഈ ആളുകൾ, ഈ 3000 ആളുകൾ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാണ്, ആര് കൊണ്ടുവരും? ഖബർ കൊണ്ടുവരും എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, അതായത് സഖ്യസേനയുടെ വിവരം പോയി ആര് കൊണ്ടുവരും എന്നുള്ളത്. 3 പ്രതിസന്ധികളാണുള്ളത്. ഒന്ന് അവർക്കുള്ള തണുപ്പ്, അവിടുത്തെ തണുപ്പ് കൊടിയ തണുപ്പാണ്, ശിദ്ദത്തുൽ ബർദ്. പിന്നെ ശിദ്ദത്തുൽ ജൂ, അന്ന് കൊടിയ പട്ടിണിയാണ്. ആ പട്ടിണിൻ്റെ അളവ് എത്രയെന്നുള്ളത് നമുക്ക് അളക്കാൻ കഴിയില്ല, കാരണം കല്ലൊക്കെ വയറ്റിൽ കെട്ടാൻ മാത്രം വിശപ്പ് എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലാണ്. പിന്നെ ഇല്ലായ്മയുടെ അവസ്ഥ. അതേപോലെ തന്നെ ശിദ്ദത്തുൽ ഖൗഫ്, അങ്ങേയറ്റത്ത് പേടി. 3 ശിദ്ദത്താണ്. ഒന്ന് ജൂ, വിശപ്പ്, മറ്റൊന്ന് പേടി, പിന്നെ ശിദ്ദത്തുൽ ബർദ്, തണുപ്പ്. 3 കാര്യങ്ങളാണ്. അപ്പോഴാണ് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സലയിൻ്റെ ചെരുവിൽ ആളുകളോട് പറയാണ്, ആര് എഴുന്നേറ്റ് പോയിട്ട് ഇവിടെ ഇവരുടെ ഒരു വിവരം കൊണ്ടുവരും, ഒരേ അവസ്ഥ എന്താണെന്നുള്ളത് കൊണ്ടുവരും എന്നുള്ളത്. അപ്പോൾ ഹുദൈഫ പറയാണ്, ഒരാൾ എഴുന്നേറ്റില്ല എന്നാണ്. നിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞു, വഹുവ യകൂനു മഅഇ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഈ വിവരം അന്വേഷിക്കുന്ന വ്യക്തി എൻ്റെ കൂടെ ആയിരിക്കും അന്ത്യനാൾ എന്നാണ് പറയുന്നത്, എൻ്റെ കൂടെ ആയിരിക്കും എന്ന് പറയാം. എന്നിട്ട് ആരും എഴുന്നില്ല. 3 പ്രാവശ്യം റസൂലുള്ളാഹി പറഞ്ഞു എന്നാണ്. 3 പ്രാവശ്യം എഴുന്നേറ്റില്ല. ഒരിതിൽ വഹുവ റഫീഖി ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ എൻ്റെ റഫീഖായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആരും എഴുന്നേറ്റില്ല. കാരണം അത്ര ഒന്ന് ആലോചിച്ച് നോക്കി, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈസാഖത്തിൽ അബ്സാറു ബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ, ആ പേടിൻ്റെ ഊക്ക്, ശിദ്ദത്ത്, തീവ്രത അത്രയായി എന്നുള്ളതാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? യാ ഹുദൈഫയോടെ എഴുന്നേൽക്കാൻ പറയണം. ആ കൂട്ടത്തിൽ ആരും എഴുന്നേൽക്കാത്തതിൽ നിന്ന് ഹുദൈഫയോടെ എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് ഹുദൈഫയോട് പോയി. അപ്പോൾ റസൂലുള്ള പേരെടുത്ത് പറഞ്ഞപ്പോൾ പിന്നെ ഹുദൈഫ റളിയല്ലാഹു തആല എഴുന്നേറ്റ് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ വിവരങ്ങൾ കൊണ്ടുവരേണ്ടത്. ഞാൻ പറഞ്ഞ അത്രയായ അവസ്ഥയായിരുന്നു എവിടെ? ഈ ഖന്തക്കിൻ്റെ നാളുകളിൽ വിശ്വാസികൾക്ക് വിശുദ്ധ മദീനയിൽ. ഇസാഖത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ. ഈ വിഷയത്തിൻ്റെ ഗൗരവം ഈ ആയത്തിന് ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ ഇവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത അളവിൽ ഒരു നിസ്കാരം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ സമയം തെറ്റിയതോ
വന്നിട്ടില്ല, സമയം തെറ്റിയത്. യാത്രയുടെ ക്ഷീണത്തിൽ ചില ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ 2 റിപ്പോർട്ടോ അല്ലാതെ വന്നിട്ടില്ല. ഇവിടെ നോക്കി നിങ്ങൾ, ഇവിടെ ഈ കിടങ്ങുണ്ട്, കിടങ്ങിൻ്റെ അപ്പുറത്ത് സഖ്യസേന വന്നിട്ടുണ്ട് അല്ലേ, മുസ്ലിങ്ങളുടെ. പകലിൻ്റെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരിതും ചാടി കടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇനി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ന്യൂനപക്ഷമാണെങ്കിലും ഈ മഹാഭൂരിപക്ഷം ഉണ്ടല്ലോ, ഇവരൊന്നിച്ച് വരൂല, പ്രശ്നമല്ല. കാരണം ഇവിടെ എന്തുണ്ട്, കിടങ്ങുണ്ട്. പക്ഷേ ഈ കിടങ്ങിനെ ഭേദിക്കണ അവസ്ഥ ഉണ്ടല്ലോ, അത് നോക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ഉള്ള ആളുകൾ ചില്ലറക്കാരല്ല, ഇവർ ചില്ലറക്കാരല്ല, ഇവർ ഈ കിടങ്ങിനൊക്കെ ഭേദിച്ച് വരും. അങ്ങനെ ഇവർ ഭേദിക്കുന്ന ചില പകലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് അവർ തുരത്തേണ്ടി വന്ന, അതേപോലെ തന്നെ അവർ കിടങ്ങ് ഭേദിക്കുമോ എന്ന പേടിയിൽ ഇവിടെ ഉറപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നാളിലാണ് ദുഹ്ർ, അസർ, മഗ്രിബ്, ഇശ 4 നിസ്കാരങ്ങൾ ഒന്നിച്ച് നിസ്കരിക്കേണ്ടി വന്നത്. ചില ദിവസങ്ങളിൽ പിന്നെ ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല എന്ന് ഉമർ റളിയല്ലാഹു തആല തന്നെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഞാനും നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെയാണ് മല അല്ലാഹു ബുയൂതഹും വഖുബൂറഹും നാറ, ഇവരുടെ ഖബറുകളെയും ബൈത്തുകളെയും അല്ലാഹു തീയാൽ നിറക്കട്ടെ. ഷഗലൂന അനി സലാത്തിൽ ഉസ്ത, അസർ നിസ്കാരത്തെക്കുറിച്ച് അവർ നമ്മൾ അശ്രദ്ധമാക്കിയെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആ സന്ദർഭത്തിലാണ്. അതൊരു ദിവസം അസർ നിസ്കാരം മറന്നു. ചില റിപ്പോർട്ടുകളിൽ 4 നിസ്കാരം, ദുഹ്ർ, അസർ, മഗ്രിബ്, ഇശ 4 നിസ്കാരം ഒന്നിച്ച് നിസ്കരിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഉണ്ടല്ലോ, ഇത് മുറിച്ച് കടന്ന് വരുമോ എന്നുള്ള പേടി, മനസ്സിലായി, അവരെ തിരുത്താൻ വേണ്ടി. കാരണം അവർ ഇത് മുറിച്ച് കിടക്കാനുള്ള അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ? ആ സന്ദർഭത്തിൽ മദീനയിൽ. പിന്നെ ഇവർ മാത്രമല്ല വിഷയം, പിന്നെ ഇവിടെ ഒരു ടീമുണ്ട്. അതാരാ? അവരാണ് പാര വെച്ചവർ, പാലം വലിച്ചവർ. അവരുടെ ബനു ഖുറൈദ. നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊരു ദിവസത്തെ നമ്മളുടെ ഇതേപോലത്തെ ഒരു ക്ലാസ്സാണ് ഇൻഷാ അല്ലാഹ്. ബനു ഖുറൈദ, കാരണം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ബനു ഖുറൈദയിലെ ആളുകളെ കൊല്ലുകയാണല്ലോ ചെയ്ത, ആണുങ്ങളെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അവസാനത്തിൽ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ സഖ്യസേനയും പേടിക്കണം, പിന്നാമ്പുറത്തുനിന്ന് കുത്തും എന്നുള്ള ബനു ഖുറൈദയെയും പേടിക്കണം. അത് കാരണത്താലാണ് ഈ ഒരു വിഷയം ഇങ്ങനെ ഉണ്ടായത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്, വൈർസാഖത്തിൽ അബ്സ്വാറു വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ. പിന്നെ അതിൻ്റെ തുടർച്ചയിൽ പറയുന്നത് വതദുന്നൂന ബില്ലാഹി ദുനൂന എന്നാണ്. എന്താ? വതദുന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്നു. വന്ന യദുന്നു തദുന്നു, തദുന്നൂൻ നിങ്ങൾ വിചാരിക്കുകയും ഊഹിക്കുകയും ചെയ്യുന്നു. ആരെക്കുറിച്ച്? ബില്ലാഹ്, അള്ളാഹുവിനെക്കുറിച്ച്. അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ വിചാരിക്കുന്നു. അദ്ദുനൂന, എന്താ അദ്ദുനൂന? പലവിധ ഊഹങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് നിങ്ങൾ പുലർത്തുകയും ചെയ്യുന്നു. അതെന്താ പറഞ്ഞത്? വതദ്ദുന്നൂന ബില്ലാഹി അദ്ദുനൂന, അള്ളാഹിനെക്കുറിച്ചുള്ള ഊഹങ്ങൾ. ഇവിടെ ഇവിടെ ഉണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള 3000 പേരിൽ അതിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് യഥാർത്ഥ മുഅ്മിനുകളുണ്ട്, പിന്നെ അവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? മുനാഫിഖുണ്ട്. അപ്പോൾ വതദുന്നൂന ബില്ലാഹി ദുനൂന, നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പലവിധ ഊഹങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളിൽ ചിലർ, മുഅ്മിനീങ്ങളെല്ലാവരും ഒരേ ദർജയിലല്ല, മുഅ്മിനീങ്ങളിൽ പല ദർജയിലാണ്. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലുള്ളവരും ഉമറിനെ പോലുള്ളവരും ഉസ്മാൻ, അലി ഇവരെ പോലൊക്കെ മികച്ച മുഅ്മിനുകളുണ്ട്. എന്നാൽ അവരിൽ തന്നെയും ഈമാൻ അത്ര തന്നെ ബലപ്പെട്ടവരല്ലാത്തവരും ഉണ്ട്. അപ്പോൾ പിന്നെ മുഅ്മിനുകൾ തന്നെ എന്ത് ചെയ്തു? ചിലർ പറയാൻ തുടങ്ങി, അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ദീനിലല്ലേ നമ്മൾ, അള്ളാഹു അവൻ്റെ ദീനിനെ ശക്തിപ്പെടുത്തുമെന്ന് പറഞ്ഞതല്ലേ, അള്ളാഹു അവൻ്റെ കെലിമത്തിനെ ഉന്നതമാക്കുമെന്ന് പറഞ്ഞതല്ലേ, ഇപ്പം നമ്മളുടെ അവസ്ഥ എന്താണ് എന്ന് ചില ദുർബല വിശ്വാസികൾ അവരിൽ പറയാൻ തുടങ്ങി. ഇതാണ് അള്ളാഹു അവൻ്റെ ദീനിനെ പൂർത്തീകരിക്കും, അള്ളാഹു അവൻ്റെ ദീനിനെ ഉന്നതമാക്കും, അള്ളാഹു അവൻ്റെ ദീനിനെ സഹായിക്കും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തതല്ലേ. ആ വാഗ്ദാനം ഇവിടെ എവിടെയാണ് എന്ന് പറയാണ്. കാരണം അങ്ങനെയാണ് ഒരു സൈന്യം വന്ന് നിൽക്കുന്ന ശത്രു സൈന്യം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വതദുന്നൂന ബില്ലാഹി ദുനൂന എന്നുള്ളത്. പിന്നെ വതദുന്നൂന ബില്ലാഹി ദുനൂന എന്നുള്ളത് അല്ല, അതിൽ ഈ 3000-ൽ മുഅ്മിനുകളുണ്ട്, മുനാഫിക്കുകളുണ്ട്. മുഅ്മിനുകൾ പറഞ്ഞത് എന്താണ്? ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലുഹു വ സദഖല്ലാഹു വ റസൂലുഹു. മുഅ്മിനീങ്ങളുടെ പക്ഷം അതായിരുന്നു. ഹാദാ മാ വഅദന അല്ലാഹു വ റസൂലുഹു, ഇത് അള്ളാഹു ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത സൈന്യമാണ്, ശത്രുവാണ്. വ റസൂലുഹു വ സദഖല്ലാഹു വ റസൂലുഹു, അള്ളാഹു റസൂലും പറഞ്ഞത് വാസ്തവമാണ്, അത് സത്യമാണ്.
അതായത് മുഅ്മിനീങ്ങളുടെ നിലപാട്. പക്ഷേ മുനാഫിക്കുകൾ ഇതിലടങ്കോലുകളായിട്ടുണ്ടല്ലോ. മുനാഫിക്കുകളാണ് പറഞ്ഞത് എന്ത്, ഈ കിടങ്ങ് കീറിയപ്പം, അതിന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി വിശദമായിട്ട് വരും. കിടങ്ങ് കീറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫതഹാനിനെ കുറിച്ച്, പേർഷ്യ ഫതഹാനിനെ കുറിച്ച്, അതേപോലെ തന്നെ റോമ ഫതഹാനിനെ കുറിച്ച്, ഇങ്ങനെ ഇസ്കന്ദരിയ ഫതഹാനിനെ കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പം ഞങ്ങൾ എവിടെയാണ് ആ ഫതഹൊക്കെ? ഇപ്പം ഞങ്ങൾക്കുള്ള ഒരാൾക്ക് മലമൂത്ര വിസർജനം നിർവഹിക്കാൻ പുറത്തിറങ്ങാൻ വയ്യ എന്ന് കപട വിശ്വാസികൾ ഇവിടെ പറയാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അതിനെ പുരസ്കരിച്ചാണ് അള്ളാഹിനെക്കുറിച്ച് നിങ്ങൾ വിവിധ വിചാരങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്ത സന്ദർഭം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലേ. ഇവിടെ ഈ തദുന്നൂന ബില്ലാഹി ദുനൂന എന്നുള്ളതിൽ ഇത് മുനാഫിക്കുകളുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നുണ്ട്, തുടർന്ന് പറയുന്നുണ്ട്. ഇവിടെ ഉദ്ദേശം മുഅ്മിനുകളിൽ ചിലർ എന്ത് ചെയ്തു, അള്ളാഹുവിനെ കുറിച്ച് ചില വിചാരങ്ങൾ വെച്ച് പുലർത്തി. അത് ഇതാണ്, ഈ പറഞ്ഞതാണ്. ഇത് നമ്മളാദ്യം പറഞ്ഞല്ലേ, അള്ളാഹിൻ്റെ ദീനാണ്, അള്ളാഹുവിൻ്റെ നബിയാണ്. ആ ദീൻ നിലനിർത്താൻ അള്ളാഹിൻ്റെ സഹായം എവിടെ? അള്ളാഹുവിൻ്റെ വചനം പുലർത്തും, പൂർത്തീകരിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. ആ വാഗ്ദാനം എവിടെ, അള്ളാഹിൻ്റെ വാഗ്ദാനം എവിടെ എന്ന് വിശ്വാസികളിൽ ചില ദുർബലർ പറയുമാർ, വിചാരിക്കുമാർ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇവിടെ. അതാണ് ഇസ്ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ് സാഗത്തിൽ അബ്സ്വാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിർ വതദുന്നൂന ബില്ലാഹി ദുനൂന. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അൽ അബ്സാർ എന്ന് പറഞ്ഞാൽ അബ്സാറുക്കും, നിങ്ങളുടെ ദൃഷ്ടികൾ, കണ്ണുകൾ. വബലഗത്തിൽ ഖുലൂബ്, അൽ ഖുലൂബ് എന്ന് പറഞ്ഞെങ്കിൽ അൽ എന്നുള്ളത് ഇവിടെ ഖുലൂബുക്കും, നിങ്ങളുടെ കൽബുകൾ എന്നതിന് പകരം വന്നല്ല. അൽ ഹനാജിർ എന്നുള്ളിടത്ത് ഹനാജിറക്കും, നിങ്ങളുടെ ഹഞ്ചറകളിൽ, അവിടെ കും എന്നതിന് പകരമാണ് ഈ അൽ. ബലഗത്ത് ഇസാഗത്ത് അബ്സാറുക്കും വബലഗത്ത് ഖുലൂബുക്കും ഹനാജിറക്കും എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഈ ആയത്തുള്ളത്. അത് പക്ഷേ അലിഫ്ലാം വെച്ചാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയിൽ ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദ. ഹുനാലിക എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിശുദ്ധ മദീനയിൽ ഖന്തഖിൻ്റെ പരിസരത്ത് വെച്ച്. ഹുനാലിക എന്നുള്ള ഇസ്മുൽ ഇഷാറ ലിൽ ബഈദ്, അത് ലിൽ മക്കാൻ, സ്ഥലത്തിന് വേണ്ടിയിട്ട്, അവിടെ ആ സ്ഥലത്ത് വെച്ച് എന്ന അർത്ഥത്തിൽ ഹുനാലിക അങ്ങനെ പറയും. ചിലപ്പോൾ ഇനി എന്ത് ചെയ്യും, അവിടെ ആ സമയം, മക്കാനല്ല സമാൻ, ആ സമയം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കും. ഹുനാലിക എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് വെച്ച് എന്നും പറയാം, ആ സമയത്ത്, ആ കാലത്ത് എന്നും പറയാം. രണ്ടുപേർക്കും അറബികൾ പ്രയോഗിക്കും ഹുനാലിക എന്നുള്ളത്. ആ സമയം അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ച്. ആ സ്ഥലം എന്ന് പറയാൻ കാരണം, ഈ ഹുനാലിക പറയാൻ കാരണം ആ സ്ഥലത്തിൻ്റെ അന്നത്തെ അവസ്ഥയും അവിടുത്തെ പട്ടിണിയിലേക്കും അവിടുത്തെ പേടിയിലേക്കും തണുപ്പിലേക്കൊക്കെയാണ് സൂചന. അത് സൂചിപ്പിക്കാനാണ് ആ പ്രയോഗം ഹുനാലിക്. അവിടം ഉബ്തുലിയൽ മുഅ്മിനൂൻ, എന്താ ഉബ്തുലിയ, ഉബ്തുലിയാണ് പരീക്ഷിക്കപ്പെട്ടു. ഇബ്തില അല്ലേ, പരീക്ഷണം. ഇബ്തില ഇതാണ് ഉബ്തുലിയ, പരീക്ഷിക്കപ്പെട്ടു. ഉഖ്തുബിറ ഉംതുഹിന, പരീക്ഷിക്കപ്പെട്ടു. ഉബ്തുലിയൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ പരീക്ഷിക്കപ്പെട്ടു. ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂൻ വസുൽസിലു സിൽസാലൻ ശദീദ. വസുൽസിലു എന്ന് പറഞ്ഞാൽ ഹുർരിക്കു, അവർ ഇളക്കപ്പെട്ടു, വിറപ്പിക്കപ്പെട്ടു. സിൽസാലൻ ശദീദൻ, സിൽസാൽ എന്ന് പറഞ്ഞാൽ വിറപ്പിക്കൽ, പ്രകമ്പനം, അതിനാണ് സിൽസാൽ. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, സിൽസാൽ. വസുൽസിലു സിൽസാലൻ ശദീദൻ, അവർ വിറപ്പിക്കപ്പെട്ടു, കഠിനമായ വിറപ്പിക്കൽ. ആ ക്രിയനെ അറിയിക്കുന്നുണ്ട്. സല എന്നുള്ളത്, സല്ല എന്നുള്ളത് അതാണ് സൽസല. ആ ക്രിയനെ അറിയിക്കുന്നുണ്ട്, അത് ഒരു വിറപ്പിക്കലിന്. ഈ മുഅ്മിനുകൾ സുൽസിലു, അവർ വിറപ്പിക്കപ്പെട്ടു, സിൽസാലൻ ശദീദൻ. ഇവിടെ സുൽസിലു എന്നുള്ള ക്രിയ തന്നെ വിറപ്പിക്കലിനെ അറിയിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മസ്ദർ കൊണ്ടുവന്ന് സിൽസാൽ, വസുൽസിലു സിൽസാലൻ,
അപ്പോൾ ആ പ്രകമ്പനം എത്രത്തോളം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അത് അറിയിക്കാൻ തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത് സുൽസിലു സിൽസാലൻ ഷദീദൻ എന്ന്. ഇവിടെ ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. ആ ഇബ്തിലാ പരീക്ഷണം അത് നമ്മൾ പറഞ്ഞ അന്നത്തെ ആ ഖൗഫ് പേടിയാണ്. അതേപോലെ തന്നെ അന്നത്തെ ആ ഹിസാർ പ്രതിരോധമാണ്. അതേപോലെ തന്നെ അന്നത്തെ ആ ഖിതാൽ യുദ്ധമാണ്. അതേപോലെ തന്നെ അന്നത്തെ ആ ബർദ് തണുപ്പാണ്. അതേപോലെ തന്നെ അന്നത്തെ ആ ജൂ വിശപ്പാണ്. ഖൗഫ് പേടി. അതുകൊണ്ടാണ് പരീക്ഷിക്കപ്പെട്ടത്. ഹുനാലിക ബുത്തുലിയൽ മുഅ്മിനൂൻ, ആ വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടു പേടി കൊണ്ട്. അതേപോലെ തന്നെ ഉബ്തുലിയ, അവർ പരീക്ഷിക്കപ്പെട്ടു ബിൽ ഹിസാർ. ഹിസാർ എന്താ? ഹിസാർ ഉപരോധമാണ്. വിശുദ്ധ മദീന ഉപരോധിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് മദീനയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം മദീനയിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു വഴി ഇതാണ്, വടക്ക് ഭാഗം. അവിടെയാണ് സഖ്യസേന വന്നിരിക്കുന്നത്. മറ്റൊരു ഭാഗം തെക്ക് ഭാഗമാണ്. അവിടെയാണ് ഈ വിഷപ്പാമ്പുകൾ ജൂതന്മാർ ബനു ഖുറൈള അവർ കരാർ ലംഘിച്ചിട്ട് അവിടെ ഉള്ളത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ആ മദീനൻ്റെ ഉണ്ടായ അന്നത്തെ ഉപരോധം. പിന്നെ യുദ്ധം നടക്കുകയല്ലേ. ഇത് ഗസ്വത്തുൽ അഹ്സാബ് അല്ലേ. അഹ്സാബിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഗസ്വത്താണ്, അത് യുദ്ധമാണ്. യുദ്ധം നടന്നിട്ടുണ്ട്. നമ്മൾ പറയില്ലേ, ഇവിടെ ചില ആളുകൾ ഇക്രിമ ഇബ്നു അബീ ജഹൽ ഈ ഇത് ചാടിക്കടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലർ, അതിൽപ്പെട്ട ഒരാളാണ് അംർ ഇബ്നു അബ്ദിവുദ് അൽ ആമിരി. അംർ ഇബ്നു അബ്ദിവുദ് അൽ ആമിരി ഭയങ്കര കരുത്തനും മല്ലനും. അയാൾ ചാടിക്കടന്ന് വന്നിട്ടുണ്ട്. അലിയാണ് അദ്ദേഹത്തെ വകവരുത്തിയത്. അപ്പോൾ യുദ്ധം ഉണ്ടായിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ശത്രുപക്ഷത്തു നിന്ന് വന്ന അമ്പ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഉഖുഹുലിൽ കൊണ്ടിട്ട് അദ്ദേഹം ഈ കിടങ്ങി യുദ്ധത്തെ തുടർന്നല്ലേ ഷഹീദാണത്. ഇവിടെ ഈ ജബൽ സലയിൻ്റെ സൈഡിൽ ഒരു മക്ബറുണ്ട്. ഇപ്പം നമ്മൾ സിയാറക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ മസ്ജിദുകളല്ലേ, സബ് മസ്ജിദുകൾ. ഇന്ന് സബ് മസാജിദ് ഇല്ല, പക്ഷെ എന്നാലും ചില മസ്ജിദുകൾ അവിടെ ഉണ്ട്. അവിടെ ഈ പരിസരത്തൊരു മക്ബറ കാണാം. ആ മക്ബറയിൽ ഇവിടുത്തെ കിടങ്ങി യുദ്ധത്തിൽ ഷഹീദായവരുടെ മക്ബറയാണ്, ഖബർസ്ഥാനാണത് അവിടെ ഉള്ളത്. അപ്പോൾ യുദ്ധം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ചെറിയ പോരാട്ടം. വലിയ ഈ 10,000 വന്നിട്ടുള്ളൊരു യുദ്ധം അതുണ്ടായിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വറദ്ദല്ലദീന കഫറു ബിഗൈദിഹിം ലം യനാലു ഖൈറ വകഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ. ഇവിടെ എന്തുണ്ടായിട്ടില്ല? അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഖിതാലിനെ ഇല്ലാതാക്കിയതാണ്. ഖിതാലിനെ ഇല്ലാതാക്കി ഈ 10,000 വന്നിട്ട് അവർ ഉദ്ദേശിച്ചൊരു യുദ്ധം ഉണ്ടല്ലോ, അത് മദീനയിൽ ഉണ്ടായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യുദ്ധത്തെ ഒഴിവാക്കി. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കാവൽ നൽകി. അതിൻ്റെ അർത്ഥം ചില ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല, അതവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിനാലുള്ള പരീക്ഷണം. പിന്നെ ബർദ് തണുപ്പ്, അതിശൈത്യം, പിന്നെ ജൂ കൊടിയ വിശപ്പ്. ഇതാണ് ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂൻ, അവിടം മുഅ്മിനീങ്ങൾ പരീക്ഷിക്കപ്പെട്ടു. വസുൽസിലു സിൽസാലൻ ഷദീദൻ, അവർ അതികഠിനമായി വിറപ്പിക്കപ്പെട്ടു, പ്രകമ്പനത്തിന് വിധേയരായി വിറപ്പിക്കപ്പെട്ടു. അതും ഇതിനാലാണ് അവർ വിറപ്പിക്കപ്പെട്ടത്. ഈ ഇബ്തില ഉണ്ടല്ലോ, ഇബ്തില ഭൗതിക ലോക ഇബ്തില ആണ്. ബലാവുണ്ട്, ഇബ്തിലാവുണ്ട്, പരീക്ഷണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം പറയപ്പെട്ടതാണ്. പരീക്ഷണത്തിന് വിശ്വാസി എന്ന അവിശ്വാസി എന്ന വ്യത്യാസമല്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണം വിശ്വാസികൾക്കും ഉണ്ടാകും, അവിശ്വാസികൾക്കും ഉണ്ടാകും. വിശ്വാസികൾക്ക് ഉണ്ടല്ലേ പരീക്ഷണത്തിൻ്റെ വൈവിധ്യം അന്ന് നേരിട്ടത്. അതിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പല ആനുകൂല്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ള അവസരങ്ങളും അവർക്കുണ്ട്. ഈ പരീക്ഷണം മുസീബത്തും ഇബ്തിലാവും ഉണ്ട്, ഉഖൂബത്തും ഉണ്ട്, ശിക്ഷയുണ്ട് അല്ലേ. ഇബ്തിലാ, മുസീബത്ത്, പിന്നെ ഉഖൂബത്ത്. ഇതിങ്ങനെ ഇബ്തിലാ നമ്മൾ പറഞ്ഞു വിശ്വാസികൾക്കുണ്ട്, വന്നേക്കാം. മുസീബത്തും ആർക്ക് കേൾക്കാം? വിശ്വാസികൾക്ക് വരാം. പക്ഷേ ഉഖൂബത്ത് അത് വിശ്വാസികൾക്ക് ഉണ്ടാവില്ല. ഉഖൂബത്ത് ആർക്കുണ്ടാവില്ല? വിശ്വാസികൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഇബ്തിലാ ഇതിനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് എങ്ങനെ അള്ളാഹുവിൽ നിന്ന് ഉണ്ടാവുക? സറാവ് കൊണ്ടും ദറാവ് കൊണ്ടും ഉണ്ടാവും എന്നുള്ളതാണ്. സറാ എന്ന് പറഞ്ഞാൽ പരീക്ഷണം, അതേപോലെ തന്നെ ദറാ
എന്താ ദറ? സറ എന്നുണ്ടെങ്കിൽ സന്തോഷകരമായ അവസ്ഥ, ക്ഷേമം. ദറ എന്ന് പറഞ്ഞാൽ ക്ഷാമം അല്ലെങ്കിൽ കെടുതി, പ്രയാസം. പരീക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ്. സറാവ് കൊണ്ടും ദറാവ് കൊണ്ടും പരീക്ഷ ഉണ്ടാവും. എന്നിട്ടുണ്ടെങ്കിൽ നിഅമത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും, നിഖ്മത്ത് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. നിഅമത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകി അള്ളാഹു പരീക്ഷിക്കും അല്ലേ? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞില്ലേ, ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, ഹാദാ മിൻ ഫദ്ലി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് ഇത് എന്ന് പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയ രാജകീയത, അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകിയ ഭൗതികമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ, അവസരങ്ങൾ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി, അതെന്നെ പരീക്ഷിക്കാനാണ്. അപ്പോൾ ഈ ഇബ്തിലായിൻ്റെ പ്രത്യേകത, അള്ളാഹു സുബ്ഹാനഹു വതആല നിഅമത്ത് കൊണ്ട് സറാവ് കൊണ്ട് പരീക്ഷിക്കും. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നിഖ്മത്ത് കൊണ്ടും ദറാവ് കൊണ്ടും പരീക്ഷിക്കും, ശിക്ഷ കൊണ്ട്. നിഖ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷയാണ്. പരീക്ഷണത്തിൻ്റെ പ്രത്യേകതയാണ്. ഖൈർ പരീക്ഷിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണം അത് ഖദർ ഉണ്ടല്ലോ, വിധിയുടെ ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കും. വിധി, പ്രാപഞ്ചിക വിധി, അതിൽ ഖൈർ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും, ഷർറ് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണം ശർഈയായ പരീക്ഷണം, മതപരമായിട്ടുള്ള പരീക്ഷണം ഉണ്ടല്ലോ, മതപരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്. അതിൽ ഫെയില് കൊണ്ടും തർക്ക് കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. പരീക്ഷണത്തിന് ഇങ്ങനെ പല മുഖങ്ങളുണ്ട്. മതപരമായ അള്ളാഹുവിൻ്റെ പരീക്ഷണം, നിസ്കരിക്കുക, നോമ്പെടുക്കുക, സക്കാത്ത് കൊടുക്കുക, അതൊക്കെ എന്താ പരീക്ഷണമാണ്, ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള അള്ളാഹിൻ്റെ പരീക്ഷണം. ഇവൻ ചെയ്യുമോ ഇല്ലേ. അതേപോലെ തന്നെ ഇന്ന കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അതൊക്കെ ശർഈയായ അള്ളാഹിൻ്റെ ഇബ്തിലാ. ഖദരിയായ അള്ളാഹുവിൻ്റെ ഇബ്തിലാ ഉണ്ട്. അത് ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈർ കൊണ്ടും ഷർറ് കൊണ്ടും പരീക്ഷിക്കും. ആരോഗ്യം തന്ന് പരീക്ഷിക്കും, രോഗം തന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കും. അത്തരം പരീക്ഷണങ്ങൾക്ക് ഖദരിയായ അള്ളാഹിൻ്റെ പരീക്ഷണം എന്ന് പറയാം. മൊത്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പരീക്ഷണം അത് ഇങ്ങനെ നിഅമത്ത് കൊണ്ടും അതേപോലെ തന്നെ നിഖ്മത്ത് കൊണ്ടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നുള്ള പരീക്ഷണം അള്ളാഹുവിൽ നിന്നുണ്ടാകും. ആ പരീക്ഷണങ്ങൾ അത് ചിലപ്പോൾ പ്രായപൂർത്തിയായി വിധിവിലക്കുകൾ ബാധകമായവർക്ക് മാത്രമല്ല, പിന്നെ ചിലപ്പോൾ പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണം ഉണ്ടാകും അല്ലേ. ആ പരീക്ഷണങ്ങൾ ഒരുപോലെ പിന്നെ ജന്തുമൃഗാദികളിൽ വരെ ഉണ്ടായിന്ന് വരും. ഇബ്തില എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു സുന്നത്താണ്, അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ്, ഒരു ചര്യയാണ്. ആ നടപടിക്രമത്തിൽ ഈ ലോകത്തെല്ലാവരും പരീക്ഷിക്കപ്പെടും, എല്ലാവരും പരീക്ഷിക്കപ്പെടും. ചിലർ നന്മ കൊണ്ട് പരീക്ഷിക്കപ്പെടും, ചിലർ തിന്മ കൊണ്ട് പരീക്ഷിക്കപ്പെടും. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്. അതിൽ പുണ്യാളനെന്നോ പാപിയെന്നോ വ്യത്യാസമല്ല, പുണ്യാളനെന്നോ പാപിയെന്നോ വ്യത്യാസമല്ല, പുണ്യാളന്മാർ പരീക്ഷിക്കപ്പെടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ വിഷയം. ഉനാലിക ഉബ്തുലിയൽ മുഅ്മിനൂൻ, പാപികളും പരീക്ഷിക്കപ്പെടും. പരീക്ഷണം ഒരാൾ പരീക്ഷിക്കപ്പെടുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പിന്നെ തന്നോടുള്ള അനിഷ്ടമാണ് എന്ന് വിധിക്കാൻ കാരണമായിക്കൂടാ. പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുന്ന പുണ്യാളരെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹുവിൻ്റെ അനിഷ്ടം കൊണ്ടാണ്, എന്നോട് അള്ളാഹ്ക്കുള്ള ഒരു അതൃപ്തി കൊണ്ടാണ് എന്ന് പറഞ്ഞുകൂടാ. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ ദാസനിൽ ഈ പരീക്ഷണത്തിലൂടെ വലിയ ഖൈറുകൾ കാണുന്നുണ്ട്, വലിയ ഖൈറുകൾ കാണുന്നുണ്ട്. പരീക്ഷണം ഉഖൂബത്തായി വിധിച്ചുകൂടാ. പരീക്ഷണം എന്തായിക്കൂടാ? ഉഖൂബത്ത്, അള്ളാഹിൻ്റെ ശിക്ഷയായി വിധിക്കപ്പെട്ടുകൂടാ. അള്ളാഹിൻ്റെ ശിക്ഷ അതൊന്ന് വേറെയാണ്, പരീക്ഷണം ഒന്ന് വേറെയാണ്. അള്ളാഹിൻ്റെ അദാബ് വരൽ മുക്കല്ലഫീങ്ങൾക്ക് മാത്രമാണ്. മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ എന്താ? വിധിവിലക്കുകൾ ബാധകമായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ വരിക. അവരിൽ നിന്ന് വരുന്ന തെറ്റുകൾ കാരണത്താലാണ് എന്ത്? അള്ളാഹുവിൻ്റെ അദാബ്, ഉഖൂബത്ത് വരിക, ശിക്ഷ വരിക. എന്നാൽ പരീക്ഷണത്തിന് ഏതുമായി ബന്ധമല്ല, ആളുകൾ തെറ്റ് ചെയ്യുന്നോ ഇല്ലേ എന്നുള്ളതായിട്ട് ബന്ധമുള്ളതല്ല. ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയിലെ ഒരു നടപടിക്രമമാണ്. ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുക എന്നുള്ളത്. അതിൽ പുണ്യാളന്മാർക്കും പാപികൾക്കും പരീക്ഷണം വരും. അതിൽ വിധിവിലക്കുകൾ ബാധകമായ മുതിർന്നവർക്കും അതല്ലാത്ത ബാധകമല്ലാത്ത കുട്ടികൾക്ക് വരെ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങൾ വരും. ഇവിടെ അതാണ് വിഷയം. ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ അവിടെ പരീക്ഷിക്കപ്പെട്ടു, വലിയ പരീക്ഷണത്തിന് വിധേയമായി. വസുൽസിലു സിൽസാലൻ ശദീദ്. പക്ഷെ അത് ഈ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെട്ടപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ രക്ഷപ്പെടുത്തിയത് എങ്ങനെ? അവർക്ക് രക്ഷ അള്ളാഹു സുബ്ഹാനഹു വതആല കൊടുത്തല്ലോ, പരീക്ഷണത്തിൽ നിന്നുള്ള മുക്തി നൽകിയല്ലോ, മോക്ഷം നൽകിയല്ലോ. അതെങ്ങനെ? അതാണ് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം.
അത് അവരുടെ ഈമാൻ കൊണ്ട്, അവരുടെ ഈമാനിനെ മാറ്റുകൂട്ടുന്ന അവരുടെ സൽപ്രവൃത്തികൾ കൊണ്ട്. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യാന്തം വർത്തിച്ചു. അവരുടെ നിറഞ്ഞ ഈമാനിൻ്റെ ലക്ഷണം നമുക്കിനി ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ആയത്തിൽ അത് വരും. അള്ളാഹു പറയുന്നത് വലമ്മാ റഅൽ മുഅ്മിനൂന അൽ അഹ്സാബ്, വിശ്വാസികൾ ഈ അഹ്സാബിനെ കണ്ടപ്പോൾ, കിടങ്ങിൻ്റെ ഈ സാഹചര്യത്തിൽ ഈ അഹ്സാബ് ഇങ്ങനെ വരുന്നത്, സഖ്യകക്ഷികൾ ഈ വലിയൊരു ജനപ്രവാഹം വരുന്നത് കണ്ടപ്പോൾ, ജലപ്രവാഹം കണക്കെയാണ് ജനപ്രവാഹം വരുന്നത് കണ്ടപ്പോൾ വിശ്വാസികൾ ഇവിടെ നിന്നിട്ട് പറയണം ഹാദാ മാ വഅദന അല്ലാഹു വറസൂലുഹു, ഇത് ഞങ്ങൾക്ക് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും വാഗ്ദാനം നൽകിയ ആളുകളാണ് ഈ വരുന്നത്. വസദഖല്ലാഹു വറസൂലുഹു, എന്താ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും പ്രവചിച്ചത് സത്യമാണെന്ന് അവർ പറയുക ചെയ്തത്. കണ്ടോ, ഇത്ര ഈമാനാണ് അവർക്കുണ്ടായിരുന്നത്. വമസാദഹും ഇല്ലാ ഈമാനൻ വ തസ്ലീമ എന്നാണ്. ഈ വലിയൊരു ജലപ്രവാഹം വന്നപ്പോൾ അത് അവർക്ക്, ഇവിടെ ഉള്ളവർക്ക് ഈമാനൻ വ തസ്ലീമൻ, വിശ്വാസവും തസ്ലീം എന്ന് പറഞ്ഞാൽ സമർപ്പണവും. അവരുടെ കൽബിൽ ഈമാൻ കൂടി, പിന്നെ അവരുടെ തസ്ലീം അള്ളാഹ്ക്കുള്ള സമർപ്പണം ഇബാദത്ത് അതും അവർക്ക് കൂടുകയാണ് ചെയ്തത്. അവർ കൂടുതൽ അള്ളാഹ്ക്ക് ഈമാനുള്ളവരായി, കൂടുതൽ അവരെന്ത് ചെയ്തു, അള്ളാഹ്ക്ക് വഴിപ്പെടുന്നവരായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു പ്രവാഹം ഇങ്ങനെ വന്നിട്ടും ഇവിടെ രക്ഷപ്പെടുത്തിയത് അല്ലേ. അത് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് വരും. പിന്നെ വറദ്ദല്ലാഹു അല്ലദീന കഫറു, ഈ അവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കി, ബിഗൈദിഹിം, അവരുടെ ഈറയും പോരും അവർ മനസ്സിലേറ്റിക്കൊണ്ട് തന്നെ, ലം യനാലു ഖൈറൻ എന്നാണ്, ഒരു നന്മയും നേടാതെയാണ് അവർ മടങ്ങിയത്. വഖഫല്ലാഹുൽ മുഅ്മിനീന ഖിതാൽ, അള്ളാഹ്ക്ക് മുഅ്മിനീങ്ങൾക്ക് ഒരു യുദ്ധം ചെയ്യേണ്ട അവസ്ഥ അള്ളാഹു ഉണ്ടാക്കിയില്ല. യുദ്ധം വേണ്ടി വന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ യുദ്ധത്തിൽ നിന്ന് ഈ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തി എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ വിഷയം. നന്നായി ഇവർ വിറപ്പിക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ എന്ത് ചെയ്ത്, എങ്ങനെ രക്ഷപ്പെടുത്തി? വിശ്വാസികളുടെ വിശ്വാസം, ഈമാൻ, അത് കാരണത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് നമ്മളോട് മനസ്സിലാക്കുന്നത്. ഹുനാലിക ഉബ്തുലിയൽ മുഅ്മിനൂൻ വസുൽസിലു സിൽസാലൻ ശദീദ, ഇതൊരു യാഥാർത്ഥ്യമാണ്, ചരിത്ര യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ പരീക്ഷണത്തെയും ഈ സിൽസാലിനെയും വിശ്വാസികൾ അതിജയിച്ചു. എങ്ങനെ അതിജയിച്ചു? അവരുടെ ഈമാൻ കൊണ്ട് അതിജയിച്ചു എന്നുള്ളതാണ്. അത് നമുക്കുള്ള പാടാണ്. നോക്കി നിങ്ങൾ, നിരായുധർ, ന്യൂനപക്ഷം നിരായുധർ, 10,000-നിപ്പുറം 3,000 ന്യൂനപക്ഷം. ഇവർ നിരായുധരാണ്. ശത്രു ഒന്നല്ല, ശത്രു പലതാണ്. ശത്രുക്കൾ പലതായത് കാരണത്താൽ അവരതൊക്കെ പല വിദ്യകളും പല യുദ്ധക്കോപ്പുകളാണ്. അതൊക്കെ ഏറ്റിയാണ് അവർ വരുന്നത്. എന്നിട്ട് നോക്കി, ന്യൂനപക്ഷം നിരായുധർ, അവരെങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അവർക്ക് എങ്ങനെയാണ് ഈ ശത്രുവിനെ തോൽപ്പിക്കാനായത്? ശത്രു നിരാശപ്പെട്ട് തോറ്റുപാഞ്ഞത്. അതാണ് ഏറ്റവും നമ്മളെപ്പോഴും പഠിക്കേണ്ട ഒരു പാഠം. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമാണത്. ഇന്നിപ്പോൾ പല മുസ്ലിമീങ്ങളുടെയും കേസ് എന്താ? നിരായുധരാണ്, ന്യൂനപക്ഷമാണ്. അവർക്ക് നേരെ വരുന്ന ശത്രുക്കൾ എല്ലാവിധ ഭൗതിക സന്നാഹങ്ങളുണ്ട്, അവർക്ക് അവസരങ്ങളുണ്ട്, അവർക്ക് വേദികളുണ്ട്, അവർക്കാണ് മീഡിയകൾ, അവർക്കാണ് എല്ലാം. ഇന്നത്തേനെ അപേക്ഷിച്ചിട്ട് ഈ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഏറ്റവും കൂടുതലൊരു ന്യൂനപക്ഷത്തിന്, നിരായുധർക്ക് വേണ്ട ഒരു സംഗതി ഉണ്ട്. അതെന്താണ്? അത് അവരുടെ ഈമാനാണ്. പക്ഷെ ആ ഈമാനില്ല എന്നുള്ളതാണ്. ഈമാൻ ഉണ്ടായിരുന്നുവെങ്കിൽ അള്ളാഹു മതി കാക്കാൻ. ഇത് കൊലവിളി ഉയർത്തുന്നവൻ്റെ വിശ്വാസം അവൻ്റെ കയ്യിലെ ചുവന്ന ചരടാണ്. കൊലവിളിക്ക് വിധേയനാകുന്നവൻ്റെ വിശ്വാസം അവൻ്റെ കയ്യിലെ കറുത്ത ചരടാണ്. അതാണ് പലപ്പോഴും പിന്നെ ഒരു ഭൗതിക സാഹചര്യം എൻ്റെ അവസ്ഥ. അള്ളാഹു കാക്കട്ടെ. അല്ലാഹു ഖൈർ ഇൻഷാ അല്ലാഹ്. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV, ലൈറ്റ് ഫോർ ലൈഫ്.